മുളന്തുരുത്തിയിൽ അശാന്തിയുടെ വിത്ത് പാകിയത് വികട യാക്കോബായ കാര്യം പോലീസും ചേർന്നാണ്. പെരുന്നാൾ കലക്കാൻ ശ്രമിച്ചപ്പോൾ തടയാൻ ശ്രമിച്ച കുറേ ഇടവകക്കാരെ പിടിച്ച് പോലീസ് അകത്തിടുകയായിരുന്നു. പെരുന്നാൾ കൂടാൻ വന്ന കുറേ ആളുകളെ തപ്പി പോലീസ് തേരാപാര നടക്കുന്നു. മുളന്തുരുത്തി പള്ളിക്ക് വേണ്ടി ഓടിയ ലൈവ് വണ്ടി പാതിരാത്രി പോലീസ് അടിച്ചു പൊളിച്ചു. പിറവം സ്റ്റേഷനിൽ ഇപ്പോഴും ആ വണ്ടി കിടപ്പുണ്ട്. പെരുന്നാൾ കൂടാൻ വന്ന ആൾക്കാരുടെ ഫോട്ടോയും വീഡിയോയും കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ക്രിമിനലുകൾ എന്ന അടിക്കുറിപ്പോടെ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പറന്നു നടക്കുന്നു. ഇതാണോ സമാധാനം? വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞ പോലെ പോലീസ് തന്നെ ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്നു. മുളന്തുരുത്തി പള്ളിയിൽ വരുന്ന സാധാരണ ആളുകളെ ക്രിമിനലുകൾ എന്ന പേരിൽ മുദ്ര കുത്തിവിടുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ അവർക്ക് എന്താണ് സ്ഥാനം? പെരുന്നാൾ ആഘോഷം നടക്കുമ്പോൾ രാത്രി വികടന്മാരുടെ ഒത്താശയോടെ പോലീസ് പള്ളിക്കകത്ത് കയറി തമ്പോല കൊട്ടുന്നത് തടയുകയും ചെയ്തു. പള്ളിമുറ്റത്ത് ആദ്യമായിട്ടുള്ള അനുഭവമായതുകൊണ്ട് തന്നെ ഇടവകക്കാർ പകച്ചു നിന്നുപോയി. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇടവക ജനങ്ങളെ തടഞ്ഞ അച്ഛന്മാർ വരെ പോലീസ് കേസിൽ പ്രതികളാണ്. പള്ളിയിൽ പെരുന്നാളിൻ്റെ ഭാഗമായി ആഘോഷങ്ങൾ നടക്കുമ്പോൾ വികട അടിമകൾ പള്ളിയുടെ പുറത്ത് മുദ്രാവാക്യം മുഴക്കി പ്രകടനം നടത്തി. യഥാർത്ഥത്തിൽ വികട അടിമകളാണ് പ്രശ്നങ്ങൾക്ക് കാരണം. പോലീസ് അവരുടെ വാക്കും കേട്ടാണ് പള്ളി കോമ്പൗണ്ടിൽ കയർ കാണിച്ചത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം. പോലീസുകാർ പറയുന്നത് മുകളിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് പള്ളി പരിസരത്ത് കയറിയത് എന്നാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ആ മുകളിൽ നിന്നും നിർദ്ദേശം കൊടുത്ത അധികാരി? വികട അടിമകളുടെ വാക്കും കേട്ട് ഇറങ്ങി പുറപ്പെട്ട പോലീസ് ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകുകയുള്ളൂ. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാനാണ് വികടന്മാർ ശ്രമിക്കുന്നത്. അതിനൊത്താശ പോലീസും.